നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലത്തോടുകൂടി യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടുകൂടി വീണ്ടും എണ്ണയുടെ വില കുതിച്ചു വരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിലേക്ക് ഇന്നലെ പ്രധാനമായും നയിച്ചത് ഇന്നലെ യുഎസും ഇറാനും തമ്മിൽ പുതിയ പ്രത്യാക്രമണങ്ങളൊന്നും നടന്നില്ലെങ്കിൽ കൂടിയിട്ടും കരാർ അവസാനിച്ച സ്ഥിതിക്ക് യുഎസ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പുതിയ പ്രസ്താവന തന്നെയാണ് എണ്ണയുടെ വില വീണ്ടും കുതിച്ചുയരുവാൻ ഇടയാക്കിയതും. അതായത് ഇറാൻ ഹോർമൂസ് വിഷയത്തില് തടസ്സം നിന്നാല് ഒമാനെതിരെ കനത്ത ബോംബാക്രമണം നടത്തുമെന്നാണ് ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുള്ളതും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,200 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA നിലകൊള്ളുന്നതും. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. എന്നാൽ ഹയർ സൈഡിലേക്ക് 24,400, 24,500 എന്നീ ലെവലുകളിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. സാധ്യതകൾ കുറവാണെങ്കിൽ കൂടിയിട്ടും 24,500 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് എക്സ്പയർ നടത്തുവാനാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ മാർക്കറ്റിന് അതിന് തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് നഷ്ടപ്പെട്ട മൊമെന്റം വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ തിരിച്ചു പിടിക്കുവാനുമാകും. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇന്ന് വളരെ വിരളമാണ് താനും. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലേക്കുള്ള കൂടുതൽ കടന്നുവരവിനെ തുടർന്നും ജോബ് മാർക്കറ്റിലുണ്ടായ ഇംപ്രൂവ്മെന്റ്സിന്റെയും ഫലമായിട്ട് ജൂണിലെ 5.5% നിന്നും ജൂലൈ ആയപ്പോൾ 5.1% ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റില് ഇടിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്ന് യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്സിന്റെയും ജൂലൈ മാസത്തെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ്സ് ഡേറ്റകളുടെയും റിലീസുകൾ നടക്കാനുണ്ട്. തുടർച്ചയായി 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റില് ഇടിവ് തുടരേണ്ടതായിട്ട് വരിക മാത്രമല്ല, വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് 2,535.10 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അതേസമയം 5,101.46 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. മിൽക്കി മിസ്റ്റ് ഡയറി ഫുഡ്സിന്റെ IPO ലിസ്റ്റിംഗ് ഇന്ന് മെയിൻ ബോർഡിലേക്ക് നടക്കാനുണ്ട്. അതേസമയം SME പ്ലാറ്റ്ഫോമിലേക്ക് ഷാം ഫോമിന്റെയും ലിസ്റ്റിംഗ് നടക്കും. ബോംബെ ഓക്സിജൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇക്കോസ് ഇന്ത്യ മൊബിലിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റി, എലിക്സ ക്യാപിറ്റൽ, ഇന്ത്യ ജലൻഡൈൽ ആൻഡ് കെമിക്കൽസ്, മഹാനഗർ ഗ്യാസ്, NGL ഫൈൻചെം, റോസൽ ഇന്ത്യ, റൂട്ട് മൊബൈൽ, റെയിൽ വികാസ് നിഗം തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ്ഡേറ്റ് ആണ് ഇന്ന്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇന്നലെ ആക്സിസ് ബാങ്ക് ADRന് മാത്രമേ 1.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ഡോക്ടർ റെഡ്ഡീസിന് 1.25%ലേറെയും, HDFC ബാങ്ക് ADRന് 1%, ICIC ബാങ്ക് ADRന് 1.25%, ഇൻഫോസിസ് ADRന് 4%, വിപ്രോയ്ക്ക് 1.5%ലേറെയും ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ യുഎസ് മാർക്കറ്റില് 2007 ശേഷം ഇതാദ്യമായിട്ട് യുഎസിലെ 30-year ബോണ്ട് ഈൽഡില് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സെല്ലിംഗ് അനുഭവപ്പെട്ടു. മാത്രമല്ല ഇറാനുമായിട്ടുള്ള സീസ് ഫയറിന്റെ ഡെഡ് ലൈൻ അവസാനിച്ചതിനാലും ഒമാനെതിരെ ട്രംപ് നടത്തിയ പുതിയ ഭീഷണിയെയും തുടർന്ന് എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെയും ഫലമായിട്ട് ഇന്നലെയും യുഎസ് മാർക്കറ്റുകൾക്ക് ഇടിവ് തുടരേണ്ടതായിട്ട് വന്നു. തുടർന്ന് S&P 500-ന് 0.5%, നാസ്ഡാക്കിന് 0.32% ഇടിവ് നേരിട്ടപ്പോൾ നിലവിൽ യുഎസ് ഡോ ജോൺസ് ഫ്യൂച്ചറും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതും. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. UK മാർക്കറ്റിന് 0.25%ലേറെയും, ഫ്രാൻസ് മാർക്കറ്റിന് 0.25%, ജർമ്മൻ മാർക്കറ്റിന് 0.39% ഇടിവ് നേരിട്ടു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും
സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 3.25% നേട്ടത്തോടു കൂടിയിട്ടും ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $91 മറികടക്കുന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില $85 എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിലും നേരിയ ഉണർവ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. $4,429.07 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നിഫ്റ്റിയുടെ PCR 0.92 എന്ന നിലയിലേക്കും മാക്സ് പെയിൻ 24,350 എന്ന നിലയിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെയുണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെ മുകളിലുള്ള ഗ്രിപ്പ് ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നഷ്ടപ്പെട്ടു. തൽഫലമായി നിലവിൽ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200 ഡേ EMയുടെയും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെയും താഴെയായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. നിലവിൽ ആകെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേയുടെയും ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100 ഡേ EMയുടെയും മുകളിൽ മാത്രമേ നിഫ്റ്റിക്ക് നിലനിൽക്കുവാനുമായിട്ടുള്ളൂ ഇന്നലത്തെ ക്ലോസിംഗോടുകൂടി. RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 50 എന്ന റഫറൻസ് ലൈനും ബ്രേക്ക് ചെയ്തുകൊണ്ട് 49.26 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 24,350 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 24,300 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,250 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പേടിഎം റെസിലിയന്റ് അസറ്റ്മെന്റ് BB പേടിഎമ്മിലെ തങ്ങളുടെ 4.98% ഓഹരികൾ 1,535 രൂപ 10 പൈസ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SPR ഓട്ടോ ടെക്നോളജീസ് 1000 കോടി രൂപയുടെ ധനസമാഹരണാർത്ഥം ഓഹരി ഒന്നിന് 4,438 രൂപ 20 പൈസ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ഓഗസ്റ്റ് 17 ഇന്നലെ കമ്പനി തങ്ങളുടെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ് വെബ് ടെക്നോളജീസ് ഇന്ത്യ 1,200 കോടി രൂപയുടെ ധനസമാഹരണാർത്ഥം ഇന്നലെ ഓഗസ്റ്റ് 17 മുതൽ 4,885 രൂപ 90 പൈസ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ കമ്പനി അതിന്റെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആരംഭിച്ചു. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസ് ബംഗളൂരുവിലെ ദൊഡാനകുണ്ടി ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള കിൻഡർ ഹോസ്പിറ്റലിന്റെ മുഴുവൻ ബിസിനസ് പ്രവർത്തനങ്ങളും ആസ്തികളും 130 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിനായി കമ്പനി കിൻഡോരാമ ഹെൽത്ത് കെയറുമായിട്ട് ബിസിനസ് കൈമാറ്റ കരാർ ഒപ്പുവെച്ചു. ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ തമിഴ്നാട്ടിലെ പാളയം ഫി പ്ലാസയിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് 80.17 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. എംബസി ഓഫീസ് പാർക്സ് REIT അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ നിക്ഷേപ സ്ഥാപനമായ ബെയിൻ ക്യാപിറ്റൽ തങ്ങളുടെ അനുബന്ധ സ്ഥാപനമായ അപ്പാക് കമ്പനി 23 ലിമിറ്റഡ് വഴി സ്റ്റോക്കിൽ നിന്നും 2.67 ലക്ഷം കോടി ഷെയർസ് 2,325.28 കോടി രൂപ മൂല്യം വരുന്ന ഷെയർസ് ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിച്ചു. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ നിന്ന് 162.9 കോടി രൂപ മുടക്കിക്കൊണ്ട് ഓഹരി ഒന്നിന് 362 രൂപ per ഷെയർ നിരക്കില് 45 ലക്ഷം ഷെയർസ് അഥവാ 5.9% സ്റ്റേക്ക് കുപ്പിഡ് പ്രൊമോട്ടറായ ശ്രീ ആദിത്യകുമാർ ഹിൽവാസിയ സ്വന്തമാക്കി. ലീപ് ഇന്ത്യ സിംഗപ്പൂർ സർക്കാർ സ്റ്റോക്കിൽ നിന്നും 0.5% സ്റ്റേക്ക് അഥവാ 22.15 ലക്ഷം ഷെയർസ് 155 രൂപ 28 പൈസ per ഷെയർ നിരക്കില് 34.39 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. ഇൻഡോ MIM Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 31.6%, റവന്യൂവില് 9.4% വർധനവ് റിപ്പോർട്ട് ചെയ്തു. TCS മരുന്ന് വികസിപ്പിക്കുന്ന പ്രക്രിയയിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് AI ഏജന്റ് പ്ലാറ്റ്ഫോം കമ്പനി അവതരിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ജ്യോതി CNC ഓട്ടോമേഷൻ 5 വർഷത്തിനുള്ളിൽ 1,020.65 കോടി രൂപയുടെ മൂലധന നിക്ഷേപത്തിന് കമ്പനിക്ക് സർക്കാരിന്റെ അനുമതി ലഭിച്ചു.